ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? റിയലി വോണ്ട് ടു ടെൽ യു. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഡിസഗ്രിമെൻറ്റ്സ് ആണ് കാണുന്നത്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. ഇപ്പോൾ അവർക്കുള്ള ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഈ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് തമ്മിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടായി സെപ്പറേഷനിലേക്ക് പോയ വ്യക്തികളെയാണ് കൂടുതലായി ഇവിടെ കാണുന്നത്. ആൻഡ് ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. ഈ ഒരു കാര്യം അവരുടെ മനസ്സിൽ കുറേയധികം ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ചില കാര്യങ്ങൾ, ചില കോംപ്ലക്സ്, അതുപോലുള്ള അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ട്. അതെല്ലാം തന്നെ ക്ലിയർ ചെയ്യണം എന്നവർക്കുണ്ട്. ഒരു കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അയാളെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ, നിങ്ങൾ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബെറ്റർ എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് തന്നെ അവർക്ക് സ്വയം ഒരു വാല്യൂ ഇല്ലാത്ത പോലെയുള്ള ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ഒരുപാട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട്. മിസ്മാച്ചിങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തി വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താനുണ്ട്, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്, കോംപ്രമൈസ് ചെയ്യാനുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിന് തുറന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പോംവഴി എന്നവർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഒരു പുതിയ ചാപ്റ്റർ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിയൂണിയൻ പോസിബിൾ ആകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അവർക്കറിയാം നിങ്ങളൊരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊരു സമയത്താണ് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. അതൊരു എസ്കേപ്പിസം തന്നെ ആയിരുന്നു എന്ന് അവരിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ ഒരു കണക്ഷൻ ബ്രേക്കപ്പിലാണ് ഇപ്പോൾ പലരും, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്ന് ഒരുപാട് നാളുകളായിട്ട് കോൺഫ്ലിക്ട്സ് പോലും ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഈ വ്യക്തി അതെല്ലാം റീകണക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അങ്ങനെ കുറേ വിശ്വാസങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ പോയി നിങ്ങളെ ആ വ്യക്തി പ്രണയിച്ചു പോയാൽ മറ്റുള്ളവർ എന്ത് പറയും, അങ്ങനെയുള്ള ഒരു ചിന്ത ഈ വ്യക്തിയിൽ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ അവർ അവഗണിച്ചു പോയത് എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ശരിക്കും വാല്യൂസ് ഒന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ പല കാര്യങ്ങളോടും കമ്പയർ ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, ഇങ്ങനെയൊക്കെ കുറേ ചിന്തകൾ ഈ വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഒരാൾ നിങ്ങളെ ഡിസർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം എല്ലാ പേരുടെയും അഭിപ്രായങ്ങൾ കേട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പോസിറ്റീവും നെഗറ്റീവും കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലൈഫിൽ ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് വളരെ കുറച്ച് പേരുടെ എനർജീസാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ്
നിങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രട്സ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇനിയും കാണുന്നുണ്ട്. അതവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെയാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുമുണ്ട്. നിങ്ങളെ ജോലിയിലാവട്ടെ, ലൈഫിൻ്റെ ഓരോ ഡെയിലി റൊട്ടീൻസിലാകട്ടെ, എന്തിലും അതിന് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ എവർ ചേഞ്ച്. ഓക്കെ, ഇവിടെ കുറച്ച് ഈഗോ പ്രോബ്ലംസും കാണുന്നുണ്ട്. കോംപ്ലക്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഇതൊക്കെ മാറുമോ എന്ന് അവർക്ക് ഡൗട്ടാണ്. ഓക്കെ, അവരുടെ ചില സ്വഭാവങ്ങൾ മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് കഴിയുമോ എന്നവർ ചിന്തിക്കുന്നുമുണ്ട്. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. എന്തോ ചില കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യണം, നിങ്ങളോട് ചില സത്യങ്ങൾ തുറന്നു പറയണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ ഷാഡോ സൈഡ് എന്താണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഓർത്തതിന് ശേഷം അല്ലെങ്കിൽ ഒന്നുകൂടി അത് ചിന്തിച്ചതിന് ശേഷം ഡിസിഷൻസ് എടുക്കുക. ഒരു പക്ഷേ ഈ വ്യക്തി എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തി ആയിട്ടായിരിക്കാം തിരിച്ചു വരുന്നതും. തേർഡ് പാർട്ടി എനർജീസ് ഇവിടെ കാണിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് ഇവിടെ കാണുന്നുണ്ട്. ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് വേറൊരാൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ അവരിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് കൺഫ്യൂഷനാണ്. ശരിക്കും നിങ്ങളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് ഒരു മനസ്സിൽ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയിൽ അവർ ചിന്തിക്കുമ്പോൾ വേറെ ചില വ്യക്തികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് അതിലവരുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഒന്നിച്ചു പോയാൽ അവർക്ക് ചില ബന്ധങ്ങൾ നഷ്ടപ്പെടും, അവരുടെ ഫാമിലി നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിയെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിൻഡ് പാർട്ണറെ കണ്ടെത്താനായിട്ട് അവർക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഉറച്ചു നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല. സോ അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കുക. അവർ നല്ല രീതിയിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ. ഓക്കെ, സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിങ് ജനറൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.